കൂടി നമ്മൾ കാണണം. അതുകൊണ്ടാണ് ഇന്നലെ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്നിട്ടും കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ താരടിപ്പാട്ട് പാടി രസിച്ചത് പാർലമെന്റിൽ. ഇന്നലെ അവർക്ക് അതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരുടെയും കേരളത്തിൽ 22 ലക്ഷം കുടുംബങ്ങളുടെയും അന്നം മുട്ടിക്കുന്ന ഒരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്ന ദിവസം വട്ടത്തിൽ നിന്ന് പാരടിപ്പാട്ട് പാടിയ അശ്ലീലത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ ജനങ്ങളുടെ ഒരു ജീവിത പ്രശ്നം ഉന്നയിക്കാൻ അവർ സമയം കണ്ടെത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ തന്നെ ഇടതുപക്ഷ MP-മാർ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ MP-മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് ഇടതുപക്ഷം പാർലമെന്റിൽ പ്രതിഷേധം നടത്തി. ഇടതുപക്ഷം ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ഇടതുപക്ഷം മാത്രമേ ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്ന് കാണണം. എല്ലാ ഇടതുപക്ഷ പാർട്ടികളും ചേർന്നാണ് പ്രതിഷേധിച്ചത്. അപ്പോ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ, മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള സ്ഥലമാണ് പാർലമെന്റ്. ആളുകളുടെ ഉപജീവനം മാർഗം മുട്ടിക്കുന്നതിനെതിരായിട്ടുള്ള ശബ്ദമുയരേണ്ട സ്ഥലമാണ്. കോൺഗ്രസിന് ചിലപ്പോൾ കുറച്ച് മനസാക്ഷിക്കുത്ത് ഉണ്ടാവും. കാരണം ഇതെല്ലാം പുറത്തു വരുമല്ലോ. ചിദംബരത്തിന്റെ കാലത്ത് തുക വെട്ടിക്കുറച്ചതും അന്ന് തന്നെ സംസ്ഥാനങ്ങൾ ചെലവ് വഹിക്കണമെന്ന് നിർദ്ദേശം വെച്ചതും അതുപോലെ കാർഷിക സീസണിൽ പണി നിർത്തിവെക്കണം എന്ന് അന്ന് അവർ പറഞ്ഞതും ഒക്കെ പുറത്തു വരും എന്നതുകൊണ്ടായിരിക്കണം ആ പ്രശ്നം ഉന്നയിക്കാൻ മടിക്കുന്നത്. ഇതുവരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടവരുടെ ആരുടേതും പാർലമെന്റിൽ ഉയർന്നതായിട്ടൊരു സ്വരം ഉയർന്നതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല. അപ്പൊ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പോയവരോട്, ഈ തൊഴിലാളികളുടെ അവരുടെ കുടുംബത്തിന്റെയും കൂടി പ്രതിനിധികളാണല്ലോ അവര്. ഇപ്പോ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തണം. ഇടതുപക്ഷ MP-മാർ അത് ശക്തമായി തന്നെ ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉയർന്നു വരേണ്ടി വരും. ഇതിന് കേരളത്തിൽ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരേണ്ടി വരും ഇതിനെ സംരക്ഷിക്കണമെങ്കിൽ. അത്രയാണ് പറയാം.